കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൻ്റെ ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഈ ആണ്ടിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച വീണ്ടും ദൈവവചന പഠനത്തിനായി കടന്നുവരാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രി നമുക്ക് ലഭിക്കുന്ന സമയം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ പാദമെടുത്തിലായിരിക്കാം. നമ്മൾ എഹെസ്കേൽ പ്രവചനത്തിൻ്റെ 45-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ 45-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ദൈവജനത്തിന് വേണ്ടി സ്ഥലം ചീട്ടിട്ട് എടുക്കുവാനും ജനത്തിന് വേണ്ടി സ്ഥലം വേർതിരിക്കുന്ന മുമ്പ് തന്നെ ആലയത്തിന് വേണ്ടി സ്ഥലം വേർതിരിക്കുന്നു. അതിനുശേഷം പുരോഹിതന്മാർക്ക് വേണ്ടി, അതിനുശേഷം ലേവ്യർക്ക് വേണ്ടി, തുടർന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവർ സ്ഥലം അളന്നു കൊടുക്കുന്ന കാര്യങ്ങൾ തിട്ടമായി അളവ് സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പ്രഭുക്കന്മാരോട് തന്നെ അറിയിക്കുന്നു, പ്രഭുക്കന്മാർ ജനത്തെ ഉപദ്രവിക്കല്ലേ, അവരോട് നിങ്ങൾ ഇനി അവരെ പീഡിപ്പിക്കല്ലേ, അതത് ഗോത്രത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ അതത് ഗോത്രങ്ങൾക്ക് കൊടുക്കണം. നിങ്ങളുടെ സാഹസവും കവർച്ചയും എല്ലാം മാറ്റി നീതിയോടും ന്യായത്തോടും കൂടെ ഭരിക്കണമെന്ന് പറയുന്നു. നിങ്ങളുടെ അളവ് കോലുകൾ, അളക്കുന്ന തൂക്കുന്ന തുലാസ്, അത് നീതിയുടെ ന്യായത്തിൻ്റെതുമായിരിക്കണം, കപടങ്ങൾ പാടില്ല. അതിനുശേഷം ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ട വസ്തുതകളെ കുറിച്ച് ആണ് പറയുന്നത്. ധാന്യങ്ങളാകുന്ന ഗോതമ്പ്, ബാർലി, ഓയിൽ തുടങ്ങിയവയും മൃഗങ്ങളിൽ നിന്ന് 200 ആടുകളിൽ നിന്ന് ഒരു ആടിനെയും ആലയത്തിൽ കൊണ്ടുവന്ന് സമാധാനയാഗമായും ഹോമയാഗമായും ഭോജനയാഗമായും അർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ വഴിപാടായി കൊണ്ടുവന്ന് പ്രഭുവിനെയാണ് ഏൽപ്പിക്കേണ്ടത്. നമ്മൾ ആ ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അർപ്പിക്കേണ്ട വഴിപാട് എന്തെല്ലാമാണ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ അളവ് സഹിതം പറഞ്ഞിട്ട്, ഏതെല്ലാം ഐറ്റത്തിൽ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്, ഇത് പ്രഭുവിനെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടു ആരെയാണ് പ്രഭു എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. എഹെസ്കേൽ പ്രവചനത്തിലും യെശയ്യാവിന്റെ പ്രവചനത്തിലും ജെരമ്യാവിന്റെ പ്രവചനത്തിലും ഹോശേയയിലൊക്കെ നോക്കുമ്പോൾ പ്രഭുവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദിനെയാണ്. ദാവീദിനെയാണ് പ്രഭുവായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദാവീദ് ഓൾറെഡി മരിച്ചു. ഇനി ദാവീദിന് പ്രഭുവായിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മറ്റു വാക്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട, വംശാവലിയിൽപ്പെട്ട ഒരുവൻ രാജ്യം ഭരിക്കും, സിംഹാസനത്തിലിരിക്കും. അത് നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു മശിഹയ ഭരണത്തെക്കുറിച്ചാണത് പറയുന്നത്. മത്തായി ഈ സുവിശേഷം എഴുതി ആരംഭിക്കുമ്പോൾ അബ്രഹാമിന് സന്തതിയായി, ദാവീദിന് സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് പറഞ്ഞ് ആരംഭിക്കുന്നത്. അപ്പൊ ആ പരമ്പരയിൽപ്പെട്ട, വംശത്തിൽപ്പെട്ട, ആ ഗോത്രത്തിൽപ്പെട്ട യേശുക്രിസ്തുവിന്റെ മശിഹയ വാഴ്ചയെക്കുറിച്ചാണ് ആ ഭാഗത്തെ പറയുന്നത്.
നമ്മൾ കണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾ പ്രഭുവിന് വേണ്ടി എല്ലാ സാധനങ്ങളും കാഴ്ചയായി കൊണ്ടുവരണം, കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അളവുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് രാജകുമാരൻ വേണ്ടി ജനങ്ങൾ കൊണ്ട് കൊടുക്കുന്നു. ആ പ്രഭു ജനത്തിന് വേണ്ടി ഇതിൽ ചിലത് യാഗമായി അർപ്പിക്കണം. ഓരോ ദിവസത്തിനും പ്രത്യേകമായ നിലയിൽ യാഗങ്ങൾ നടത്തണം. പ്രധാനമായി യാഗം കഴിക്കേണ്ടത് ഓരോ മാസത്തിൻ്റെ ആരംഭ ദിവസം, അതിന് അമാവാസി എന്നാണ് വിളിക്കുന്നത്. പിന്നീട് ശബത്ത് ദിവസം. ഈ 2 ദിവസങ്ങളിൽ, പിന്നെ ചില പ്രത്യേക ദിനങ്ങളിലും പ്രഭു ജനത്തിന് വേണ്ടി യാഗം കഴിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമുക്കൊരു കാര്യം കൂടെ, ഈ യാഗങ്ങൾ പഴയ കാലഘട്ടത്തിൽ നടത്തി വന്ന യാഗങ്ങളാണ്. ഈ യാഗങ്ങൾ മശിക ചെയ്ത കാര്യങ്ങൾ പുതിയ നിയമത്തിലെ അത് ഓർപ്പിക്കുന്നതാണ്. ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് ഓരോ യാഗങ്ങളെ കുറിച്ച് പറയുമ്പോഴും, ഒന്ന്, പഴയ നിയമത്തിൽ അവിടെ പിതാക്കന്മാർ ചെയ്തു വന്ന ആരാധനാ രീതിയെക്കുറിച്ചും നടത്തിയ യാഗങ്ങളെക്കുറിച്ചും പറയുമ്പോൾ തന്നെ ഈ യാഗങ്ങളുടെ എല്ലാം പൂർത്തീകരിച്ച യേശുക്രിസ്തുവിന്റെ പരമയാഗത്തെക്കുറിച്ചും ജനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പറയപ്പെടുന്ന യാഗങ്ങളെല്ലാം. പുതിയ നിയമത്തിൽ മൃഗത്തിനെയോ ധാന്യങ്ങളെയോ യാഗങ്ങൾക്ക് അർപ്പിക്കാൻ പറയുന്നില്ല. ഈ തരത്തിൽപ്പെട്ട യാഗങ്ങൾ കൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾ നീക്കുവാൻ കഴിയുകയില്ലെന്നും നാം വായിക്കുന്നുണ്ട്. അപ്പോൾ മശിഹായ യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു, മരിച്ചു. പാപത്തിനുള്ള യഥാർത്ഥമായും പൂർണ്ണമാകുന്നൊരു യാഗം യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ നിവർത്തിക്കപ്പെട്ടു. അതിനാൽ ദൈവം പാപം ക്ഷമിക്കുന്നത് ആ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് എന്ന് ജനത്തെ ബോധിപ്പിക്കുന്ന ഭാഗമാണ് നാം പഠിച്ചു നിർത്തിയത്. നമുക്കിനിയും 18 മുതൽ 20 വാക്യങ്ങൾ ഒന്ന് വായിച്ച്, യെഹെസ്കേൽ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വാക്യങ്ങൾ വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: 1-ാം മാസം 1-ാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തേണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറെ എടുത്ത് ആലയത്തിന്റെ മുറിച്ചുവരിലും യാഗപീഠത്തിന്റെ തട്ടിന്റെ 4 കോണിലും അകത്തെ പ്രാകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുവരിലും പുരട്ടേണം. അങ്ങനെ തന്നെ നീ 7-ാം മാസം 1-ാം തീയതിയും അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവന് വേണ്ടി ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായശ്ചിത്തം വരുത്തേണം. ഓക്കെ, ഇത് 2 പ്രധാനപ്പെട്ട ഡേറ്റുകളോട് പറയുന്നുണ്ട്. ഒന്ന്, വർഷത്തിലെ 1-ാം മാസം 1-ാം തീയതി. ഇവിടെ പറയുമ്പോൾ 1-ാം മാസം 1-ാം തീയതി എന്ന് പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ കലണ്ടർ പ്രകാരം ആബീബ് മാസം 1-ാം തീയതി. അന്ന് പ്രഭു ഒരു കാളക്കുട്ടിയെ ദേവാലയത്തിൽ കൊണ്ടുവരണം. ആ കാളക്കുട്ടിയെ ജനത്തിന്റെ പാപങ്ങളിൽ നിന്നും, അതായത് ആലയ ശുദ്ധീകരണത്തിന് വേണ്ടി ഈ 1-ാം തീയതി ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് യാഗം കഴിക്കണം.
അതിൻ്റെ രക്തം തളിക്കേണ്ട സ്ഥാനങ്ങളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രക്തം തളിക്കുന്നതിലൂടെ ആലയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. പ്രഭു ആ കാളയെ കൊണ്ടുവരുമ്പോൾ പുരോഹിതന്മാർ ആ കാളയെ കൊല്ലണം, അതിനെ അറക്കണം. അവർ ദേവാലയത്തിന്റെ വാതിലുകൾക്ക് ചുറ്റും രക്തത്തിൽ കുറച്ച് പുരട്ടണം. യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ കുറച്ച് പുരട്ടണം. ഈ ചടങ്ങിലൂടെയെല്ലാം ദേവാലയം ശുദ്ധവും വിശുദ്ധമാക്കി തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇതാണ് 18-19 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം. അതാണ് 20ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, 7-ാം മാസം 1-ാം തീയതി അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവന് വേണ്ടി ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായശ്ചിത്തം വരുത്തണം. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. ഇത് 7-ാം മാസം, അതിനെക്കുറിച്ച് പറയുന്നത്. 7-ാം മാസം 1-ാം തീയതി, മറ്റേ 1-ാം മാസം 1-ാം തീയതി. ഇത് 7-ാം മാസം 1-ാം തീയതി അവർ കാളയെ കൊണ്ടുവരണം. പ്രഭു പുരോഹിതന്മാർ ആ കാളയെ കൊല്ലണം. അതെന്തിനാണ് ചോദിച്ചാൽ, ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത പാപത്തിന് വേണ്ടിയാണ് അത് ആ യാഗം അർപ്പിക്കുന്നത്. അതായത് അബദ്ധത്തിലും അറിവില്ലായ്മ നിമിത്തം പാപം ചെയ്ത ഏവനും വേണ്ടി 7-ാം മാസം 1-ാം തീയതി നിങ്ങൾ യാഗം നടത്തണം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും മാലിന്യമായതിന്റെയും ഒരു വേർതിരിവ് അവിടെ ഉണ്ടാക്കുകയാണ്. അതിന്റെ ആവശ്യകതയെ ഓർപ്പിച്ചുണർത്തുകയാണ്. ആലയം വിശുദ്ധമായിരിക്കണം. രണ്ടാമത്, ഏതെങ്കിലും ഒരുത്തൻ ആലയത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ അറിവില്ലാതെ പോയാൽ, അജ്ഞനായി പോയാൽ, ഏതെങ്കിലും വിധത്തിൽ തെറ്റായ നിലയിൽ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവന് വേണ്ടിയുള്ള യാഗത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അപ്പൊ ആ ആളുകളുടെ പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ആ പാപങ്ങളെ യാഗങ്ങളിലൂടെ ജനത്തെ ഓർപ്പിച്ചുണർത്തുകയാണ്. ചിലപ്പോൾ ജനത്തിന് അവരുടെ പാപങ്ങളെക്കുറിച്ച് അറിവില്ലായിരിക്കാം. എന്നാൽ ഈ കാളകളുടെ രക്തം ഈ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അവനെ ബോധ്യം വരുത്തുവാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള യാഗം നടത്തുന്നത്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണമാണല്ലോ ഈ യാഗങ്ങളെല്ലാം പൂർത്തീകരണം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ഈ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു എന്ന് അവനിൽ ബോധ്യം വരുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള യാഗം വീണ്ടും അവിടെ അർപ്പിക്കുന്നത്. നമുക്ക് 21 മുതൽ 25 വാക്യങ്ങൾ വായിക്കാം. 1-ാം മാസം 14-ാം തീയതി മുതൽ നിങ്ങൾ 7 ദിവസത്തേക്ക് പെസഹ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അന്ന് പ്രഭു തനിക്കു വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനു വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം. ഉത്സവത്തിന്റെ 7 ദിവസവും അവൻ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ആ 7 ദിവസവും ദിനം പ്രതി അർപ്പിക്കണം. പാപയാഗമായി ദിനം പ്രതി ഓരോ കോലാട്ടിൻ കുട്ടിയെയും അർപ്പിക്കണം. കാള 1-ന് 1 ഏഫായും ആട്ടുകൊറ്റൻ 1-ന് 1 ഏഫായും ഏഫ 1-ന് 1 ഹീൻ എണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം. 7-ാം മാസം 15-ാം തീയതി
തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ 7 ദിവസം എന്ന പോലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം. ഓക്കെ, ഞാൻ ഈ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ചില വിഷയങ്ങളനുബന്ധിച്ച് സഹസ്രാബ്ദ കാലഘട്ടത്തിൽ നടക്കുവാൻ പോകുന്ന ഒരു വിഷയമാണിത്. അതാണ് നമ്മൾ ഈ പഠിച്ചു വരുന്നത്. മശിഹ ഭൂമിയിൽ വാഴുന്ന സഹസ്രാബ്ദ കാലഘട്ടത്തിൽ ആളുകൾ യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കുമെന്ന് പഴയ നിയമത്തിലും പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങളിൽ, അത് യഗസ്കേലിലെ പ്രവചന പുസ്തകത്തിന്റെ പല ഭാഗങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ യാഗം ആ ഉദ്ദേശത്തിന് ഒരു പര്യാപ്തമായതിനാൽ ആ വഴിപാടുകൾ പാപപരിഹാരത്തിനായിരിക്കത്തില്ല. ഓൾറെഡി യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ സകല യാഗങ്ങളും അവിടെ നിവൃത്തീകരിക്കപ്പെട്ടു. അപ്പൊ യേശു ക്രിസ്തു കാലഘട്ടത്തിന് ശേഷം നടത്തുന്ന, സഹസ്രാബ്ദ കാലത്ത് നടത്തുന്ന യാഗങ്ങളൊന്നും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ജനത്തെ ഒന്ന് ഓർപ്പിച്ചുണർത്തുവാൻ വേണ്ടിയാണ്. അതായത് നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ മേശ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. ആ മേശ അനുഷ്ഠിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ചില ആളുകൾ, ചില ചർച്ചുകൾ മാസത്തിലൊരിക്കൽ വയ്ക്കും, ചില ചർച്ചുകൾ ആഴ്ചതോറും നടത്തും, ചില ചർച്ചുകൾ സൗകര്യാർത്ഥം 3 മാസം കൂടിയിരിക്കുമ്പോഴോ പ്രത്യേക കാലഘട്ടങ്ങളിലൊക്കെ നടത്തുന്നവരുമുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആ തിരുമേശ നടത്തുന്നത്? ഓൾറെഡി കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് പാപമോചനം ലഭിച്ചു. പിന്നെന്തിനാണ് നമ്മൾ കർത്തൃമേശ എന്ന് പറയുന്ന നടത്തി ചോദിച്ചാൽ നമുക്കറിയാം, അതൊരു ഓർമ്മയ്ക്കായി കൊണ്ടാടുന്ന ഒന്നാണ്. കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തെ ഒന്ന് ഓർക്കുവാൻ വേണ്ടി ആണ് വാസ്തവത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. കർത്താവിന്റെ മരണത്തെ ഓർപ്പിച്ചുണർത്തുക. അതിനെക്കുറിച്ച് ആളുകൾ പല നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പവും വീഞ്ഞും അത് വാഴ്ത്തി കഴിയുമ്പോൾ അതിന് വസ്തുമാറ്റം സംഭവിക്കും. അത് കർത്താവിൻ്റെ യഥാർത്ഥമാകുന്ന മാംസവും രക്തവുമാകണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ആ നിലയിൽ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. ഏതായാലും ശരി, ഞാൻ ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ ഓർപ്പിച്ചുണർത്താൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, പൗലോസ് പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ശുശ്രൂഷകൾ ചെയ്യുന്നത് നമ്മുടെ ആചാരപരമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒരു ചടങ്ങല്ലാതെ, പിന്നെയോ കർത്താവിൻ്റെ മരണത്തെ, ക്രൂശീകരണത്തെ നമുക്കൊന്ന് ഓർക്കുവാൻ, അത് നമ്മൾ ആ കഷ്ടം, അവൻ സഹിച്ച കഷ്ടങ്ങളെ ഒന്ന് ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മൾ ആ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ ഒത്തിരി വേദന സഹിച്ചു. നമ്മൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, കർത്തൃമേശയിൽ നിർവിചാരകരായിട്ടിരുന്ന് നമ്മുടെ മുമ്പിൽ കൂടെ വരുന്ന അപ്പം എടുത്ത് തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തവരെയും കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതൊരു ചടങ്ങല്ല. കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ, നമ്മുടെ സമയത്ത് പറയുന്ന പാട്ടുകൾ,
ആ സമയത്ത് വായിക്കുന്ന വേദഭാഗങ്ങൾ, ദൈവദാസന്മാർ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കഷ്ടതകളെ കുറിച്ചുള്ള ഭാഗങ്ങളാണ്. നമ്മുടെ കർത്താവ് നമുക്കറിയാം ശക്തനാണ്. എന്നാൽ ഗെത്സമന തോട്ടത്തിൽ അവൻ മനോവ്യസനത്തിലായി. രക്തമെല്ലാം വാർന്നു പോകുന്ന പോലെ തോന്നി. നമുക്കറിയാം ആ സമയത്ത് ദൂതന്മാർ ആ ക്രോധത്തിന്റെ പാപം, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ ആ ക്രോധം മദ്യം മുഴുവൻ താൻ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കിത്തരണം, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം സാധ്യമാകട്ടെ. ആ സമയം ദൂതന്മാർ വന്നവനെ ബലപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നോക്കുക, അത്രമാത്രം മരണവേദനയിലൂടെ കടന്നു പോകുന്ന യേശു, അത്രമാത്രം വേദനയിലൂടെ പോയത്. അതുകൊണ്ടാണ് അവൻ പ്രാണവേദനയിലായി. അവൻ കർത്താവിനെ വിളിച്ചു പറയുന്നു, കഴിയുമെങ്കിൽ പാനപാത്രം നീക്കിത്തരണം. ദൂതന്മാർ വന്നവനെ ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരുമേശയിലൂടെ ഒന്ന് ഓർത്ത്, കർത്താവിന് നമുക്ക് വേണ്ടി ചെയ്ത, നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത, നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനെ കുറിച്ച് ഒന്ന് ഓർത്ത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഉൾക്കൊണ്ട് അതിൽ പങ്കുചേരണം. അതാണ് വാസ്തവത്തിൽ ദൈവം അതിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ അത് ഓർപ്പിച്ചുണർത്തുകയാണ്. ആഴ്ചതോറും ക്രിസ്തുവിനെ കൊല്ലുകയല്ലാതെ, പിന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ആ മരിച്ചപ്പോൾ ആ യാഗം എങ്ങനെ നിവർത്തീകരിക്കപ്പെട്ടു, എത്രമാത്രം വേദന സഹിച്ചു, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഉൾക്കൊണ്ട് ആ ഒരു അനുതാപത്തോടെ, ആ ഒരു സമർപ്പണത്തോടുകൂടെ നമ്മൾ അതിൽ പങ്കുചേരണം. അതാണ് നാം നടത്തുന്ന ഈ ശുശ്രൂഷകളിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെയാണ് ഈ യഗസ്കേലിനകത്ത് പറയുന്ന ആലയത്തിൻ്റെ അകത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും വരാൻ പോകുന്ന സഹസ്രാബ്ദ യുഗത്തിൽ ഇത് ചെയ്യും. എന്തിനു വേണ്ടി? ജനങ്ങൾ ഇത് ഓർക്കുവാൻ വേണ്ടിയാണ്. അതാണ് ആ ഭാഗം അർപ്പിക്കുന്നത്. ഒന്നിന്റെ വേദഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 56:7 വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ ചാപ്റ്റർ 56 വേഴ്സ് 7. ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇനി സക്കറിയ 14:16 വായിച്ചു. സക്കറിയ ചാപ്റ്റർ 14 വേഴ്സ് 16. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. നോക്കണം, അവിടെ പറയുന്നുണ്ട് നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ അനുഷ്ഠിക്കാനും യാഗങ്ങൾ നടത്തുവാനും ഒക്കെ സകല ജനവും അവിടെ എത്തിച്ചേരുമെന്ന് പറയുന്നുണ്ട്. ഇനി ജെരമ്യാവിന്റെ പുസ്തകം 33:18 വായിച്ചു. ജെരമ്യാ ചാപ്റ്റർ 33 വേഴ്സ് 18. ദിനം പ്രതി ഹോമയാഗം കഴിപ്പാനും ഭോജനയാഗം ദഹിപ്പിപ്പാനും ഹനനയാഗം അർപ്പിപ്പാനും എന്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്കൊരു പുരുഷനില്ലാതെ വരികയില്ല. നോക്കണം, അവിടെയും വ്യക്തമായി പറയുന്നു, ഈ നിലയിൽ നടത്തുവാൻ വേണ്ടി ലേവ്യ പുരോഗതി ഇല്ലാതിരിക്കത്തില്ല. അപ്പോൾ സഹസ്രാബ്ദ കാലഘട്ടത്തിൽ സാക്ഷാൽ മശീഹയാകുന്ന പ്രഭു
അവിടെ രാജാവായി വാഴും. ആ സമയത്ത് തന്നെ ഇങ്ങനെയുള്ളതായ കൂടാര പെരുന്നാളുകളും പെസഹായും മറ്റും നടക്കുമെന്ന് ഈ ഭാഗത്തോട് നമ്മെ മനസ്സിലാക്കാൻ കഴിയും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഓർപ്പിച്ചുണർത്തുന്ന വിഷയമാണ്. ഇനി നമ്മൾ വായിച്ച ആ വേദഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ 21-ാമത്തെ വാക്യം വായിച്ചു. അവിടെ വാക്യം, നിങ്ങൾ പെസഹ ആചരിക്കണം. 25-ാമത്തെ വാക്യം വായിച്ചേ. 21-ാമത്തെ വാക്യം. 1-ാം മാസം 14-ാം തീയതി മുതൽ നിങ്ങൾ 7 ദിവസത്തേക്ക് പെസഹ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. പെസഹ നിങ്ങൾ ആചരിക്കണം 7 ദിവസം. 1-ാം മാസം 14-ാം തീയതി മുതൽ ഉള്ള 7 ദിവസം നിങ്ങൾ പെസഹയായി ആചരിക്കണം. ഇതിന് പിമ്പിൽ 2 കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. ഒന്ന്, ഈജിപ്തിൽ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനം, ആ സമയത്ത് നമുക്കറിയാം യഹോവയായ ദൈവം പറഞ്ഞ ആബീബ് മാസം 10-ാം തീയതി ഒരു ആട്ടുകുട്ടിയെ വേർതിരിച്ച് 14-ാം തീയതി അറുത്ത് കട്ടൽക്കാരന്മാർ 2 മേലും കുറുമ്പടി മേൽ രക്തം പറ്റണം. അതിന്റെ മാംസം കയ്പ് ചീരയോടെ തിടുക്കത്തോടെ ഭക്ഷിക്കണം. ഇത് യഹോവയായ ദൈവം കൊടുത്താണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ആബീബ് മാസം അത് ഇസ്രായേൽ ജനത്തിന്റെ കലണ്ടറിന്റെ 1-ാമത്തെ മാസമായി അതിനെ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചിട്ടില്ല, രൂപീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ യഹോവയായ ദൈവം ഒരു കലണ്ടർ അങ്ങ് സ്ഥാപിച്ചു. ആബീബ് മാസം അതിന് 10-ാം തീയതി ആട്ടുകുട്ടിയെ വേർതിരിക്കണം, 14-ാം തീയതി അറക്കണം. എന്തിനു ചോദിച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സംഹാരകൻ, കടിഞ്ഞൂൽ സംഹാരത്തിന് വേണ്ടി സംഹാരകൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ സംഹാരകൻ കൂടാരത്തിനകത്ത് കയറി നമ്മുടേതായിരിക്കുന്ന ഒന്നിനെ കൊല്ലാതിരിക്കേണ്ടതിന് അവിടെ യേശുവിന് ഈ ആട്ടുകുട്ടി രക്തം പൊട്ടണം. ഒന്നാമത് അത്. അങ്ങനെ നമുക്കറിയാം, സംഹാരകൻ രാത്രിയിൽ വന്നു. ഇസ്രായേൽ പാളയത്തിലൂടെ കടന്നുപോയെങ്കിലും ഒന്നിനെ തൊടുവാൻ കഴിഞ്ഞില്ല. കാരണം പെസഹ കുഞ്ഞാടിന്റെ രക്തം അവിടെ കൂടാരത്തിന്റെ വാതുക്കൽ പുരട്ടിയത് കൊണ്ട് അതിനകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒന്ന്, അവരെ കടിഞ്ഞൂൽ സംഹാരമാകുന്ന ന്യായവിധിയിൽ നിന്നും ദൈവം രക്ഷിച്ചു. അതാണ് ഒന്നാമത് ഓർക്കുന്നത്. രണ്ടാമത്, ഇതിലൂടെ ദൈവം വലിയ ഒരു അടിമത്വത്തിൽ നിന്ന്, ഫറവോന്റെ ആധിപത്യത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്ന ദിവസമാണ് ഈ പെസഹ ആചരിച്ച ദിവസം. അപ്പൊ കണക്കാക്കുമ്പോൾ ആബീബ് മാസം 14-ാം തീയതി. ഓക്കെ, ഇവിടെ പറയുന്നു 1-ാം മാസം 14-ാം തീയതി. അപ്പോൾ കണക്കാക്കുമ്പോൾ ആബീബ് മാസമാണ് ഇസ്രായേലിന്റെ കലണ്ടർ പ്രകാരം 1-ാമത്തെ മാസം. 1-ാമത്തെ മാസം 10-ാം തീയതി വേർതിരിക്കണം, 14-ാം തീയതി ഇറക്കണം. ഇവിടെ പറയുന്നു 1-ാം മാസം, അതാണ് ആബീബ് മാസം, അതിന് 14-ാം തീയതി അതിനെ അറക്കണം എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം പറയുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന വിധത്തെ കുറിച്ച് ഈ വന്ന തലമുറയെ ഓർപ്പിച്ചുണർത്തുവാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പിതാക്കന്മാർ അവർ ഈ നിലയിലായിരുന്നു, അവർ ഈ നിലയിൽ കഷ്ടപ്പെട്ടിരുന്നു, അടിമത്തത്തിലായിരുന്നു, അവർ ഈ നിലയിലാണ് വെളിയിൽ വന്നത് എന്ന് ഈ പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം പറയുന്നത്, നിങ്ങൾ പെസഹ ആചരിക്കണം. ദൈവം ഇസ്രായേലിന് ഉത്സവങ്ങൾ കൊടുത്തിരുന്നു,
ഉത്സവങ്ങൾ കൊടുത്തത് വേറൊന്നിനുമല്ല, അവരുടെ യാത്ര മിസ്രയീം തൊട്ട് ആരംഭിച്ച് കനാൻ നാട്ടിൽ എത്തിച്ചേരുന്ന വരെ ഉണ്ടായ പല അനുഭവങ്ങളെ കുറിച്ച് അവരുടെ പിതാക്കന്മാർക്കുണ്ടായ അനുഭവങ്ങളെ ഈ തലമുറ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം അവർക്ക് ഉത്സവങ്ങൾ ആചരിക്കുവാൻ പ്രമാണം കൊടുത്തത്, വേറൊന്നിനു വേണ്ടിയല്ല. അപ്പോൾ ഇവിടെ ഒന്നാമത് പറയുന്നു, നീ പെസഹ ആചരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാക്കന്മാർ അടിമത്തത്തിൽ നിന്നും ആദിജാതന്മാരുടെ സംഹാരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു വെളിയിൽ വന്നൊരു ദിവസം. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം പാസ് ഓവർ. നിങ്ങൾ അതിനെ ഓവർകം ചെയ്തു പോകുക, അതിനെ കടന്നു പോകുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സംഹാരകൻ തൊടാതെ കടന്നുപോയി. 2, അടിമത്തത്തിൽ നിന്നും അവർ വിട്ടുപോയി എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ പെസഹ ആചരിച്ചത് എന്ന് പറയുമ്പോൾ ആ ആട്ടിൻകുട്ടിയെ അറുത്തതിലൂടെ, ആ രക്തത്തിലൂടെ അവർക്ക് സംഹാരകനിൽ നിന്ന് വിടുതൽ ലഭിച്ചു, അടിമത്തത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. ഇതാണ് ഒന്നാമത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഓർക്കേണ്ട വിഷയം. സഹസ്രാബ്ദ കാലത്തിൽ ഇവർ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കേണ്ടത് ഈ കാര്യം, അടിമ വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന അനുഭവത്തെ കുറിച്ച് ഓർക്കണം. രണ്ടാമത്തത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ഒരു പെസഹ കുഞ്ഞാടായിട്ടാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പെസഹ കുഞ്ഞാടും നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ അറുക്കപ്പെട്ടതിന്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഈ ജനം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അത് പെസഹ ആചരിക്കുന്ന രണ്ടാമത്തെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, ക്രൂശിൽ യേശു ക്രിസ്തു കാൽവറി യാഗത്തിലൂടെ നടത്തിയ ചെയ്തെടുത്ത പ്രവർത്തനം, വീണ്ടെടുപ്പ്, ഇത് ഓർക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ജനം വിടുവിക്കപ്പെട്ടെങ്കിലും യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെയാണ് യഥാർത്ഥമാകുന്ന പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പിശാചിന്റെ അടിമ നുഖത്തിൽ നിന്നും ജനം വെളിയിൽ വന്നത് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെയാണ്. എന്നേക്കുമാകുന്നൊരു വീണ്ടെടുപ്പ് ഏതാണ് രേഖപ്പെടുന്നത്? എന്നേക്കുമാകുന്നൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നാണ്. അപ്പൊ ഈ രണ്ട് വസ്തുതകൾ ഓർക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ 1-ാം മാസം 1-ാം തീയതി 14-ാം തീയതി നിങ്ങൾ പെസഹ ആചരിക്കണമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇനിയും നമുക്ക് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വീണ്ടും നിങ്ങൾ 14-ാം തീയതി തൊട്ട് 7 ദിവസമാണ് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ പെസഹയായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ ആഘോഷിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനിയും 25-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 7-ാം മാസം 15-ാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ 7 ദിവസം എന്ന പോലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം. ഓക്കെ, ഇവിടെ 7-ാം മാസത്തിൽ ചെയ്യേണ്ട കാര്യം പറയുന്നത്. 7-ാം മാസം 15-ാം തീയതി 7-ാം മാസം 15 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു ഉത്സവമാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത മറ്റൊരു ഉത്സവമാണ് പെസഹ പെരുന്നാളോട് ചേർന്ന് നടത്തുന്ന ഉത്സവം. അതിനെ പറയും കൂടാര പെരുന്നാൾ എന്ന് വിളിക്കും. നമുക്കൊന്നിന്റെ വേദഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. പുറപ്പാട് 23:16. വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലം എടുക്കുന്ന
കൊയ്ത്ത് പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്ക്കനി പെരുന്നാളും ആചരിക്കണം. ഇനി 34:22 പുറപ്പാട് 34:22. ഒരു മിനിറ്റ്. 34:22. ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവവും ആണ്ടറുതിയിൽ കായ്ക്കനി പെരുന്നാളും നീ ആചരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ലേവ്യ പുസ്തകം 23:34 വായിക്കാം. ലേവ്യ പുസ്തകം 23:34. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു. ഓക്കെ, ഇനി ആവർത്തനം 16:16 വായിച്ചു. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരേണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. അവിടെ വായിക്കുന്നുണ്ട് വാരോത്സവ പെരുന്നാള്, കൂടാര പെരുന്നാള്, പെസക പെരുന്നാൾ. ഇത് മൂന്നും അടുപ്പിച്ച് നടത്തുന്ന പെസക പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം ഞാൻ വായിച്ചത് അത് ആദ്യബല പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തതാണ് കൂടാര പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇവിടെ കൂടാര പെരുന്നാൾ എന്ന് പറയുമ്പോൾ 7-ാം മാസം 15-ാം തീയതി എന്ന് ഇവിടെ എടുത്തു പറയുന്നു. അത് തന്നെയാണ് യെഹെസ്കേൽ പുസ്തകത്തിലും പറയുന്നത്. അപ്പോൾ എന്താണ് കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ? കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര തിരിച്ച് കനാൻ നാട്ടിൽ എത്തുന്നിടം വരെ അവർ കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിച്ച് കൂടാരത്തിന്റെ അകത്ത പാർത്ത് ആ മരുഭൂമിയാണ് യാത്രയിൽ. ചൂടിന്റെ കാഠിന്യമുണ്ട്, ചൂട് കാറ്റടിക്കും, മണൽക്കാറ്റടിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിലൂടെ അവിടെ പിതാക്കന്മാർ കടന്നുപോയിരുന്നു. നീണ്ട 40 വർഷം മരുഭൂമിയിലൂടെ അവർ കൂടാരങ്ങളിൽ പാർത്ത് പോയിക്കൊണ്ടേയിരുന്നു. മിസ്രയീമിൽ ഇറങ്ങി ചെങ്കടൽ കടന്ന് അടുത്ത പ്രദേശത്ത് കയറി ഇക്കരെ കടന്ന സമയം മുതൽ കനാൻ നാട്ടിൽ എത്തുന്നിടം വരെ 40 വർഷം മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്തു. അപ്പൊ കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു, അവിടെ അവർ എങ്ങനെയായിരുന്നതിനെ കുറിച്ച് യാതൊരു അറിവും ഈ വരും തലമുറയ്ക്കില്ല. ആ വരും തലമുറ മാറിപ്പോയി. സഹസ്രാബ്ദ യുഗത്തിൽ എത്തുമ്പോൾ ഈ തലമുറകൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് ആ തലമുറ മനസ്സിലാക്കണം, ഞങ്ങളുടെ പിതാക്കന്മാരെ ദൈവം 40 വർഷം മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ അവർ കൂടാരങ്ങളിൽ പാർത്തു എന്ന് ഈ വരും തലമുറയ്ക്ക് ബോധ്യം വരണം. അതിനെക്കുറിച്ച് ഓർപ്പിച്ചുണർത്തുവാൻ വേണ്ടിയാണ് ഈ 7-ാം മാസം 15-ാം തീയതി നിങ്ങൾ ഉത്സവം ആചരിക്കണം എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് അതാണ് അവർ പറഞ്ഞ് നിർത്തുന്നത്. ഇനിയും അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ രാത്രി നമുക്ക് നിർത്താം. ഈ നിയമങ്ങൾ ദൈവം മോശയ്ക്ക് നൽകിയ നിയമങ്ങളാണ്. ആ നിയമങ്ങൾക്ക് സമാനമായിട്ടാണ് യെഹെസ്കേലിന്റെ ദർശനത്തിൽ കാണുന്ന ആലയത്തോടുള്ള ബന്ധത്തിലും യഹോവയായ ദൈവം പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാ വർഷവും 1-ാം മാസം 15-ാം തീയതി നീ പെസഹ ആചരിക്കണം. 7-ാം മാസം 15-ാം തീയതി നീ കൂടാര പെരുന്നാൾ ആചരിക്കണം.
ഇങ്ങനെയുള്ള പെരുന്നാൾ ഉത്സവങ്ങളിലൂടെ യാഗങ്ങളിലൂടെ എല്ലാം ഓർപ്പിച്ചുണർത്തുന്ന വസ്തുത അവരുടെ പിതാക്കന്മാർ പണ്ട് എങ്ങനെയായിരുന്നു. എന്നാൽ കാലത്തിവെങ്കിൽ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ അവൻ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് അവതരിക്കുകയും സാക്ഷാൽ പെസഹാ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ ഒരു പൂർണ്ണമാകുന്ന വിടുതൽ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ജനത്തിന് ലഭിച്ചു എന്ന് ജനത്തിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ യാഗങ്ങൾ നടത്തിയിരുന്നത്, ഈ പെസഹാ ആചരിക്കുവാനും പറഞ്ഞിരുന്നത്. ഏതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്? നമുക്ക് ഈ ഭാഗത്തൊന്നും അറിയാൻ കഴിഞ്ഞ ഒന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കാൽവറി മരണത്തിലൂടെ സകല മാനവജാതിക്കും പാപത്തിൽ നിന്നൊരു ക്ഷമ കിട്ടി, ശാപത്തിൽ നിന്നൊരു ക്ഷമ കിട്ടി. അവൻ്റെ മക്കളായി തീരാൻ അവസരം ലഭിച്ചു. ഓർക്കണം, നമ്മൾ ആരും യഹൂദ ഗോത്രത്തിൽ ജനിച്ചവരല്ല, നമ്മൾ ദാവീദിന്റെ കുടുംബത്തിൽ ജനിച്ചവരല്ല. നമുക്കൊന്നും ഇതിനകത്തൊന്നും യാതൊരു പങ്കും മോഹരിയുമില്ല. എന്നാൽ നമ്മളെയും കൂടെ ഓർത്തു ഇസ്രായേൽ ജനം അവനെ അംഗീകരിക്കാതെ പോയത് കൊണ്ട് ആ സ്ഥാനത്ത് ജാതികളാ നമുക്ക് വേണ്ടി ആ കൃപയുടെ വാതിൽ ഒന്ന് തുറന്നു തന്നു. ഇല്ല എങ്കിൽ നാം ഇന്നും ഇതൊന്നും അറിയാത്തവരായി എന്തിനെയൊക്കെയോ കണ്ട് ദൈവമായി സങ്കല്പിച്ച് നമ്മൾ ആരാധിച്ച് മുൻപോട്ട് പോകുമായിരുന്നു. നമ്മുടെ കണ്ണും കാണാതെ അന്ധകാരത്തിൽ തപ്പിത്തടയേണ്ടി വരുമായിരുന്നു. കൃപയാൽ 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 യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ യഹൂദന്മാർ അത് അംഗീകരിക്കാതിരുന്നപ്പോൾ ജാതികളെ നമുക്ക് വേണ്ടിയ വാതിൽ തുറന്നു തന്നതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ആ വാതിലകത്തൂടെ അകത്ത് പ്രവേശിച്ച് അവന്റെ മക്കളായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മുടെ പിതാക്കന്മാരാരും പെസഹ ആചരിച്ചിട്ടില്ല, ആരും മരുഭൂമിയിലെ കൂടാര പെരുന്നാൾ ആചരിച്ചിട്ടില്ല. ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മളോട് കൃപ തോന്നി നമ്മളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിറക്കി സ്നേഹസ്വരൂപന പുത്രന്റെ രാജ്യത്തിൽ നമ്മെ അവനാക്കി വെച്ചിരിക്കുകയാണ്. ഈ സഹസ്രാബ്ദ കാലത്തിൽ ഈ ജനത്തോടൊപ്പം നാമും ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഉണ്ടാകുന്ന പദവി അവന്റെ മണവാട്ടി എന്ന് പറയുന്ന, അവന്റെ തിരുസഭ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ഒരു സ്ഥാനം നമുക്ക് ലഭിച്ചു. യോഗ്യതയില്ലാതിന് നമുക്ക്, അടുത്തുവരെ യോഗ്യതയില്ലാത്തതിന് നമുക്ക് കൃപയാൽ ആ കൃപയുടെ വാതിൽ തുറന്നിട്ടത് കൊണ്ട് നമുക്കതിനകത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. നമുക്കതിൻ്റെ അകത്തെ അനുഭവങ്ങൾ പ്രാപിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു മക്കളായി തീർന്നു, അവന്റെ മണവാട്ടികളായി മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി ഓർത്തേണ്ട വസ്തുത, ഇന്നും ആ കൃപയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇത് മനസ്സിലാകാത്ത ജാതികളാണ് പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, നമ്മുടെ സമശിഷ്ടങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട്, നമ്മളെ ഈ രക്ഷയുടെ പദ്ധതിയിലേക്ക് ഓഹരിക്കാരാകാൻ കാരണം കർത്താവിന്റെ കാൽവരി മരണമാകിയാൽ അതിനെ നമുക്ക് എക്കാലത്തും ഉൾക്കൊണ്ട് അതിൻ്റെതായ നന്ദിയോടെ നമ്മുടെ ജീവിതകാലം കഴിച്ചു കൂട്ടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.